All of you welcome. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്ന ഇൻഫൈനൈറ്റ് സീരീസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് സീരീസ്, ഇൻഫൈനൈറ്റ് സീരീസ് എന്താണെന്ന് നോക്കാം. സോ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ സീക്വൻസിനെ കുറിച്ച് പഠിച്ചതാണ്. സോ ലെറ്റ് എ എൻ ബി എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്, ബി എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. എ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസ് ആണ്. ദെൻ ഈ സീക്വൻസിലെ ടേംസിനെ നമുക്ക് A1, A2 എക്സെട്ര അങ്ങനെ പറഞ്ഞിട്ട് പോകും. സോ ഇതിൻ്റെ സമ്മേഷൻ, ഈ സീക്വൻസിലെ ടേംസുകളുടെ സമ്മേഷൻ എടുക്കുന്നു. A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സെട്ര പ്ലസ് AN പ്ലസ് എക്സെട്ര. ഈ സമ്മേഷനാണ്. ഈ സമ്മേഷൻ എന്താണ്? ഇൻഫൈനൈറ്റ് ആയിട്ട് പോകുന്നു. സോ the sum of infinite number of terms of the sequence an is written as an plus a2 plus etc plus an plus etc. This is called the infinite series. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫൈനൈറ്റ് സീരീസ് എന്ന് പറയുന്നത്. ഇൻഫൈനൈറ്റ് സീരീസ്. ഓക്കെ, സോ ഇൻഫൈനൈറ്റ് സീരീസിനെ നമ്മൾ ജനറലി ഡിനോട്ട് ചെയ്യുക സമ്മേഷൻ I is equal to 1 to infinity AI or summation AI. ഈ രീതിയിലാണ് നമ്മൾ ഇൻഫൈനൈറ്റ് സീരീസിനെ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ദെൻ ലെറ്റ് A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് AN പ്ലസ് എക്സെട്ര ബി എൻ ഇൻഫൈനൈറ്റ് സീരീസ്. ഇതൊരു ഇൻഫൈനൈറ്റ് സീരീസ് ആണെന്ന് വിചാരിക്കുക. Be a infinite series. Then if Sn denote the sum of the first n terms of the series, that means Sn is equal to A1 plus A2 plus etc plus AN. Then Sn is called the nth partial sum of the given series. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? nth partial sum. nth partial sum of the given series. So Snന്റെ സീക്വൻസിനെ നമ്മൾ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്ന് പറയും. Then the sequence Sn is called sequence of partial sum. The sequence of partial sums of the given series. നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ സീരീസിൻ്റെ പാർഷ്യൽ സമ്മുകളുടെ സീക്വൻസസ് ആണ് Sn എന്ന് പറയുന്നത്. വേർ nth പാർഷ്യൽ സം എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് n ടേംസുകളുടെ സമ്മേഷൻ. ദാറ്റ് മീൻസ് A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് ANനെയാണ് നമ്മൾ nth പാർഷ്യൽ സം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, കൺസിഡർ ദി സീരീസ്. കൺസിഡർ സീരീസ് summation I is equal to 1 to infinity AI, where AI is equal to 1 by 2 raised to I minus 1. That means ഈ സീരീസ് എന്താണ് ഉണ്ടാവുക? That means summation I is equal to 1 to infinity AI എന്ന് പറഞ്ഞാൽ ഐക്ക് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? 1 by 2 raised to 1 minus 1 which is 1 by 2 raised to 0 which is 1. ദെൻ ഐക്ക് 2 കൊടുക്കുമ്പോൾ നമുക്ക് 1 by 2 എന്ന് കിട്ടും. ഐക്ക് 3 എന്ന് കൊടുക്കുമ്പോൾ 1 by 2 സ്ക്വയർ പ്ലസ് 1 by 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 1 by 2 raised to I minus 1 പ്ലസ് എക്സെട്ര. ഇതാണ് നമ്മുടെ സീരീസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ പാർഷ്യൽ സം, nth പാർഷ്യൽ സം എന്താണെന്ന് നോക്കാം. ദെൻ Sn ഇസ് ഈക്വൽ ടു, Sn എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് n ടേമുകളുടെ സമ്മേഷൻ. സോ സമ്മേഷൻ I is equal to 1 to n AI. ഇതാണ് നമ്മുടെ nth പാർഷ്യൽ സം എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ ഐയുടെ വാല്യൂ 1 മുതൽ n വരെയാണ് വേരി ചെയ്യുന്നത്. സോ 1 പ്ലസ് 1 by 2 പ്ലസ് 1 by 2 സ്ക്വയർ പ്ലസ് 1 by 2 ക്യൂബ് പ്ലസ് ഇങ്ങനെ ഫസ്റ്റ് n ടേംസ് പ്ലസ്
1/2n-1. ദാറ്റ് മീൻസ് ഐയുടെ വാല്യൂ n കൊടുത്താൽ നമുക്കിവിടെ 1/2n-1 എന്ന് കിട്ടും. സോ ഇതൊരു ജോമെട്രിക് സീരീസ് ആണ് വിത്ത് കോമൺ റേഷ്യോ 1/2. സോ ജോമെട്രിക് സീരീസിൻ്റെ സമ്മേഷൻ കാണാൻ നമുക്കറിയാലോ. എന്തായിരുന്നു? ജോമെട്രിക് സീരീസ് ആണെങ്കിൽ a × 1 - r⁻n ഡിവൈഡഡ് ബൈ 1 - r. ഇവിടെ a എന്ന് പറയുന്ന ഫസ്റ്റ് ടേം അതെന്താണ്? 1 ആണ്. ദെൻ r എന്ന് പറയുന്നത് 1/2 ആണ്. സോ ഇതെന്ത് വരും? 1 - 1/2n ഡിവൈഡഡ് ബൈ 1 - 1/2. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ 1 - 1/2 എന്ന് വെച്ചാൽ 1/2 വരും. സോ 1/2 ഡിനോമിനേറ്ററിലല്ലേ വരിക. അപ്പോൾ 1 - 1/2n ഡിവൈഡഡ് ബൈ 1/2 എന്നാണ് വരിക. ഈ 1/2നെ ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ എന്തായിട്ട് മാറും? വിച്ച് ഈസ് 2 × 2 എന്ന് പറഞ്ഞിട്ട് വരും. സോ ആ 2 കൊണ്ട് ഈ രണ്ട് ടേംസിനെ നമുക്ക് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ 2 - 1/2n-1 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഇവിടുത്തെ പാർഷ്യൽ സമ്മ് എന്ന് പറയുന്നത്, ഈ സീരീസിൻ്റെ nth പാർഷ്യൽ സം. സോ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 2. കൺസിഡർ summation I is equal to 1 to infinity ai, where ai is equal to -1 all raised to i. ഇതാണ് നമ്മുടെ സീരീസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ സീരീസ് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരിക? സമ്മേഷൻ i is equal to 1 to infinity ai. i is equal to 1 കൊടുക്കുമ്പോൾ -1 all raised to 1 which is -1, പ്ലസ് i is equal to 2 കൊടുക്കുമ്പോൾ എന്ത് വരും? +1 ആയിട്ട് മാറും. പ്ലസ് നെക്സ്റ്റ് ടേം എന്താ വരിക? i is equal to 3 കൊടുക്കുമ്പോൾ മൈനസ് വരും. സോ വിച്ച് ഈസ് -1 +1 -1 +1 ഈ രീതിയിൽ പോകും. +-1 all raised to k plus etc. ദാറ്റ് മീൻസ് ഈ സീരീസിലെ ടേംസ് എന്ന് പറയുന്നത് -1ഉം +1ഉം അൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന ഒരു സീരീസാണ്. സോ ഇതിൻ്റെ പാർഷ്യൽ സമായ Sn എന്ന് പറയുന്നത് എന്താ വരിക? Sn is equal to summation I is equal to 1 to n ai, which is equal to, ഇവിടെ n-ൻ്റെ വാല്യൂ ഓഡ് ആണെങ്കിൽ, ദാറ്റ് മീൻസ് n-ൻ്റെ വാല്യൂ 3, 5 ആ രീതിയിലാണെങ്കിൽ, ഓഡ് ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്താ കിട്ടുക? രണ്ട് വാല്യൂസ് കിട്ടും. n-ൻ്റെ വാല്യൂ ഇഫ് n ഈസ് ഓഡ്, ആൻഡ് അതുപോലെ മറ്റൊരു വാല്യൂ കിട്ടുന്നത് ഇഫ് n ഈസ് ഈവൻ. n ഓഡ് ആകുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇപ്പോൾ സപ്പോസ് 3 ആണെങ്കിൽ -1 +1 -1 ഈ 3 ടേംസ് ഉണ്ടാകും. സോ അതിൻ്റെ സമ്മേഷൻ എന്ന് പറയുന്നത് -1 ആണ് വരിക ഇഫ് n ഈസ് ഓഡ്. സോ similarly, if n is even, the Sn is 0. So in this series the partial sum has two values. If n is odd, -1, and if n is even, then the partial sum is 0. Next problem ആണ്. Write down the first four partial sum of the series 1 + 1/7 + 1/7² + 1/7³ plus etc. ഈ ഒരു സീരീസിൻ്റെ ഫസ്റ്റിലത്തെ 4 പാർഷ്യൽ സംസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കറിയാം nth പാർഷ്യൽ സമ്മിനെ നമ്മൾ Sn കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. Sn എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് n ടേംസുകളുടെ സമ്മേഷൻ. ദാറ്റ് മീൻസ് Sn is equal to എന്ത് വരും? 1 + 1/7 + 1/7² plus 1/7³ plus etc. plus എവിടം വരെ വരും? 1/7 raised to ഏത് വരെ വരും? ഫസ്റ്റ് n ടേംസ് അല്ലേ. സോ n-1 വരെ വരും. ഓക്കെ. സോ നമുക്കറിയാം ഇവിടെ therefore S1 is equal to എന്ത് വരും? S1ൽ ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? 1 മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് 4 പാർഷ്യൽ സംസ് ആണ്. ദാറ്റ് മീൻസ് S1, S2, S3, S4 കാണാൻ. ഇത് nth പാർഷ്യൽ സം ആണ് ഈ Sn എന്ന് പറയുന്നത്. സോ S1 is equal to 1 എന്ന് കിട്ടി. S2 is equal to എന്താ ഉണ്ടാവുക? S2 is equal to 1 + 1/7. 1ഉം 1 + 7ഉം ആഡ് ചെയ്യുമ്പം എന്ത് വരും? which is equal to 1 × 7 + 1 which is 8/7. then S3 is equal to എന്താ ഉണ്ടാവുക? 1 + 1/7 plus
1/7 സ്ക്വയർ. ഫസ്റ്റിലത്തെ 3 ടേമുകളുടെ സമ്മേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കറിയാം 1 + 1/7 8/7 ആണ് കിട്ടി. സോ 8/7 + 1/7 സ്ക്വയർ ഈസ് 1/49. ദെൻ ഇത് രണ്ടും ആഡ് ചെയ്യുക. ഇവിടെ LCM നമുക്ക് 49 ആയിട്ട് എടുക്കാം. സോ LCM 49 ആണെങ്കിൽ ഇവിടെ 8നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് മീൻസ് 49ൽ 7 ടൈംസ് ആണ് പോവുക. സോ 7 × 8 ഈസ് എന്ത് വരും? 56. സോ ദെൻ 56 + 1 ഈസ് 57. Then fourth partial sum S4 is equal to 1 + 1/7 + 1/7 square + 1/7 cube. ഇവിടെ 1 + 1/7 + 1/7 സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി. എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു 57/49 ആണ്. പ്ലസ് 1/7 ക്യൂബ്. 7 ക്യൂബിൻ്റെ വാല്യൂ എന്താണ്? 343. സോ ഇത് രണ്ടും ആഡ് ചെയ്യണം. ഇവിടെ LCM ആയിട്ട് ഏതെടുത്താൽ മതി? 343 എടുത്താൽ മതി. ഈ 343ൽ 49 എത്ര ടൈംസ് പോകും? 7 ടൈംസ് പോകും. സോ 7 × 57 + 1 അതാണ് ന്യൂമറേറ്ററിൽ വരിക, വിച്ച് ഈസ് 400. സോ നമ്മളിവിടെ S1, S2, S3, S4 ഇങ്ങനെ ഫസ്റ്റിലത്തെ 4 പാർഷ്യൽ സമ്മിന് ഓഫ് ദി സീരീസ് കണ്ടുപിടിച്ചു. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ് ഓഫ് എ സീരീസ് ആണ്. ഒരു സീരീസ് എപ്പോഴാണ് കൺവേർജ് ചെയ്യുന്ന അല്ലെ ഡൈവേർജ് ചെയ്യുന്നത് എന്ന് നോക്കാം. ലെറ്റ് summation I is equal to 1 to infinity AI be a series of real numbers. റിയൽ നമ്പേഴ്സിൻ്റെ ഒരു സീരീസ് ആണ്. with partial sum Sn is equal to A1 plus A2 plus etc. plus an, where n is an natural numbers. Then the sequence Snൻ്റെ സീക്വൻസിനെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? സീക്വൻസ് ഓഫ് പാർഷ്യൽ സം. അത് കൺവേർജ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഈ സീരീസും എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. Sn ഏത് വാല്യൂസിലേക്കാണോ കൺവേർജ് ചെയ്യുന്നത് ആ വാല്യൂസിലേക്ക് തന്നെ ആയിരിക്കും നമ്മുടെ സീരീസും കൺവേർജ് ചെയ്യുക. അതർവൈസ് ഇഫ് ദി സീക്വൻസ് ഈസ് ഡൈവേർജസ് ദെൻ ദി സീരീസ് ഈസ് ഡൈവേർജസ്. അതാണ് നമ്മൾ സീരീസിൻ്റെ കൺവേർജൻസിനെ കുറിച്ചും ഡൈവേർജൻസിനെ കുറിച്ചും പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു സീരീസ് കൺവേർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാർഷ്യൽ സം കൺവേർജ് ചെയ്യണം. അതിൻ്റെ പാർഷ്യൽ സം ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ ആ സീരീസും എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും. സോ നമുക്ക് എന്ത് പറയാം? ഇഫ് ദി sequence of partial sum of the series converges, then the given series converges. നമ്മുടെ ഗിവൺ സീരീസ് എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. ഈ പാർഷ്യൽ സമ്മിൻ്റെ സീക്വൻസ് എങ്ങോട്ടാണോ കൺവേർജ് ചെയ്യുന്ന അങ്ങോട്ട് തന്നെയായിരിക്കും നമ്മുടെ സീരീസും കൺവേർജ് ചെയ്യുക. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? സപ്പോസ് Sn എന്ന് പറഞ്ഞത് എസ്സിലേക്കാണ് കൺവേർജ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി Sn is equal to S ആണെങ്കിൽ ദെൻ സമ്മേഷൻ I is equal to 1 to infinity AI ഇതും എന്ത് തന്നെയായിരിക്കും? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ I is equal to 1 to n AI എന്നായിട്ട് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ I is equal to 1 to n AI എന്ന് പറഞ്ഞാൽ എന്താണ്? അത് Sn ആണ്. Sn ദെൻ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി Sn എന്താണ്? S ആണ്. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി Sn is equal to S ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സീരീസിൻ്റെ വാല്യൂവും എന്ത് തന്നെയായിരിക്കും? S ആയിരിക്കും. സോ നമ്മുടെ സീരീസ് കൺവേർട്ട് ചെയ്യുന്നതും എസ്സിലേക്കായിരിക്കും. ഇനി അതുപോലെ നമുക്കെന്ത് പറയാം? ഇഫ് ദി പാർഷ്യൽ സം ഓഫ് ദി
സീക്വൻസ് എന്ന് പറയുന്നത് ഡൈവേർജ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനൊരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ സീരീസും എന്തായിരിക്കും? ഡൈവേർജ് ചെയ്യും. ദാറ്റ് മീൻസ് if the sequence of partial sums of the series does not converge, then the series diverge. That means പാർഷ്യൽ സമ്മിൻ്റെ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ സീരീസ് എന്താകും? അത് ഡൈവേർജ് ചെയ്യും. സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം, ഷോ ദാറ്റ് ദ സീരീസ് 1 + 1/2 + 1/2² + എക്സെട്ര കൺവേർജസ്. ഈ സീരീസ് കൺവേർജ് ചെയ്യുന്നു എന്നാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. സോ ഈ സീരീസിൻ്റെ nth പാർഷ്യൽ സം എന്തായിരിക്കും? Sn എന്ന് പറയുന്ന എന്തായിരിക്കും? The partial sums Sn is equal to summation k is equal to 1 to n ak. That means which is equal to summation k is equal to 1 to n. ഇതിൻ്റെ nth ടേം അല്ലെ kth ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/2⁻1 ആണ്. അതായത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്, സെക്കൻഡ് ടേം ആണ് 1/2 വരുന്നത്. സോ kth ടേമിനെ നമുക്ക് 1/2⁻k−1 എഴുതാം. ദാറ്റ് മീൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 1 + 1/2 + 1/2² + എക്സെട്ര + 1/2⁻n−1. ഇതാണ് നമ്മുടെ Sn എന്ന് പറയുന്നത്. സോ ഈ Snൻ്റെ വാല്യൂ കാണണം. ഇതൊരു ജോമെട്രിക് സീരീസ് ആണ് വിത്ത് കോമൺ റേഷ്യോ 1/2 ആൻഡ് ഫസ്റ്റ് ടേം 1. സോ ഇതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം ഇൻറ്റു ദാറ്റ് മീൻസ് 1 ഇൻറ്റു 1 മൈനസ് കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 1/2 ആണ്. 1/2⁻n ഡിവൈഡഡ് ബൈ 1 മൈനസ് കോമൺ റേഷ്യോ വിച്ച് ഈസ് 1/2. സോ ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/2 എന്ന് വെച്ചാൽ 1/2 ആണ്. അതിന് ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 2 ഇൻറ്റു 1 മൈനസ് 1/2⁻n. സോ ഇത് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു 2 മൈനസ് ഈ 2 കൊണ്ട് 1/2⁻n മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/2⁻n-1. സോ നമുക്കറിയാം 1/2 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. സിൻസ് 1/2 ഈസ് ലെസ് ദാൻ 1, സോ 1/2⁻n-1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 1/2⁻n-1. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ 1/2⁻n-1ൻ്റെ വാല്യൂ എങ്ങോട്ട് പോകും? ഇവിടെ 1/2 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. സോ 1/2⁻n-1 ഇതിൻ്റെ വാല്യൂ എങ്ങോട്ട് ടെൻഡ് ചെയ്യും? ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ 0ലേക്ക് അപ്രോച്ച് ചെയ്യും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദെർഫോർ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി Sn പാർഷ്യൽ സം എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും? വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി Sn നമ്മളിവിടെ കണ്ടുവച്ചു 2 മൈനസ് 1/2⁻n-1. സോ 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 തന്നെ വരും. അതിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/2⁻n-1 എന്താണ്? അത് 0 ആണെന്ന് കിട്ടി. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി Snൻ്റെ വാല്യൂ എന്താണ്? 2 ആണ്. ഇതൊരു ഫൈനൈറ്റ് വാല്യൂ ആണ്. സോ നമുക്ക് എന്ത് പറയാം? ദ സീക്വൻസ് Sn എന്ന് പറഞ്ഞ സീക്വൻസ് Sn കൺവേർജസ് ടു Sn എങ്ങോട്ട് കൺവേർജ് ചെയ്യും? 2ലേക്ക് കൺവേർജ് ചെയ്യും. Sn കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സീരീസും എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. Hence, the given series converges. And അതിൻ്റെ സം എന്തായിരിക്കും? and its sum is അതിൻ്റെ സമ്മിൻ്റെ വാല്യൂ എന്തായിരിക്കും? 2 ആയിരിക്കും. ഏത് വാല്യൂയിലേക്കാണോ കൺവേർട്ട് ചെയ്യുന്നത് അതായിരിക്കും അതിൻ്റെ സമ്മ് എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ്
the series 1 square plus 2 square plus 3 square plus etc. plus n square plus etc. diverges. ഈ സീരീസ് ഡൈവേർജ് ചെയ്യുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇതിൻ്റെ പാർഷ്യൽ സം എന്ത് വരും? പാർഷ്യൽ സം Sn is equal to summation k is equal to 1 to n ak, which is equal to 1 square plus 2 square plus 3 square plus etc. plus എവിടം വരെ പോകും? n square വരെ പോകും. സോ നമ്മൾ ഈ സ്ക്വയേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചാണ്. എന്താണ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയറിൻ്റെ കാണാനുള്ള ഇക്വേഷൻ? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. ഇതാണ് നമ്മുടെ പാർഷ്യൽ സമായ Sn എന്ന് പറയുന്നത്. സോ ഈ Snൻ്റെ ടേംസിലേക്ക് നോക്കൂ. ഈ Sn എന്ന് പറഞ്ഞ സീക്വൻസിൽ എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഈ സീക്വൻസ് എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സീക്വൻസിലെ ഓരോ വാല്യൂസും ഇൻക്രീസ് ചെയ്ത് അതും എങ്ങോട്ട് ടെൻഡ് ചെയ്യുന്നു? ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യും. അതായത് എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് എടുക്കുമ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലാണുള്ളത്. സോ Snൻ്റെ വാല്യൂം എങ്ങോട്ട് പോകും? ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യും. സോ ദ സീക്വൻസ് Sn ഈസ് നോട്ട് കൺവേർജ്. ദാറ്റ് മീൻസ് അത് ഡൈവേർജ് ചെയ്യുന്നു. സോ നമ്മുടെ സീരീസും ഡൈവേർജ് ചെയ്യും. നമുക്കെന്ത് പറയാം? ക്ലിയർലി സീക്വൻസ് Sn is an increasing sequence. അതൊരു increasing sequence ആണ്. which tends to infinity as n tends to infinity. Hence, the given series diverges. Next problem. Discuss the convergence of the series 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus etc. plus 1 by k into k plus 1 plus etc. ഈ സീരീസിൻ്റെ കൺവേർജ് ആണോ ഡൈവേർജ് ആണോ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇത് 1.2 എന്ന് വായിക്കരുത്, 1 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2 എന്നാണ് കേട്ടോ. സിമിലർലി 1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 3. സോ നമ്മുടെ സീരീസ് ഇതിനെ സമ്മേഷൻ എ കെ എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ ലെറ്റ് ദ ഗിവൺ സീരീസ് be summation k is equal to 1 to infinity k. Then ak is equal to, ak എന്ന് പറയുന്നത് എന്താണ്? ഈ സീരീസിലെ kth ടേം ആണ്. kth ടേം ഓഫ് ദി സീരീസ്. അതെന്താണ് kth ടേം എന്ന് പറയുന്നത്? ഇവിടെ എന്താണ്? 1 by k into k plus 1 ആണ്. സോ 1 by k into k plus 1നെ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു 1 by k മൈനസ് 1 by k plus 1 എഴുതാലോ. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഈ സീരീസിലുള്ള എല്ലാ ടേംസിനെയും നമുക്ക് മാറ്റി എഴുതാം. ഈ സീരീസിലെ ഈ ഒരു ടേമിനെ നമുക്ക് A1, A2, A3 ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് മാറ്റി എഴുതാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾക്ക് നേരിട്ട് 1 by k into k plus 1നെ ഈ രീതിയിൽ എഴുതാൻ പറ്റില്ല എങ്കിൽ പാർഷ്യൽ സം ഉപയോഗിച്ചിട്ട് എഴുതുക കേട്ടോ. സോ ഹെൻസ് A1 ഇസ് ഈക്വൽ ടു എന്ത് വരും? A1 ഇസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ 1 by 1 മൈനസ് 1 by 2. ആൻഡ് A2 എന്ന് പറയുന്നു, A2 ഇസ് ഈക്വൽ ടു 1 by 2 മൈനസ് 1 by 3. ആൻഡ് A3 ഇസ് ഈക്വൽ ടു 1 by 3 മൈനസ് 1 by 4 എക്സെട്ര. an എന്ന് പറയുന്നത് എന്താ വരിക? an ഇസ് ഈക്വൽ ടു 1 by n മൈനസ് 1 by n പ്ലസ് 1. ഈ A1, A2, A3 എക്സെട്ര ANൻ്റെ സമ്മേഷനാണ് എന്ത്? നമ്മുടെ പാർഷ്യൽ സം എന്ന് പറയുന്നത്. സോ നമ്മുടെ Snനെ നമുക്ക് എങ്ങനെ എഴുതാം? Sn ഇസ് ഈക്വൽ ടു A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ്
an. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ ഇതിനെയെല്ലാം സം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ 1/1 ദാറ്റ് മീൻസ് 1 -1/2. ഈ A1ൽ ഒരു -1/2 ഉണ്ട്. A2ൽ എന്താണ്, ഒരു പോസിറ്റീവ് 1/2 ആണ്. സോ ഈ A1 + A2 + A3 + എക്സെട്ര + AN ആണ് നമ്മുടെ SN. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ ഈ -1/2 +1/2 ക്യാൻസൽ ചെയ്തു. അതുപോലെ ഇവിടെ -1/3 ഉണ്ട്, ഇവിടെ +1/3 ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യും. ഇവിടെ -1/4 ഉണ്ട്, നെക്സ്റ്റ് ടൈമിൽ എന്തുണ്ടാകും, +1/4 ഉണ്ടാകും, അത് ക്യാൻസൽ ചെയ്തു പോകും. സിമിലർലി ഇവിടെ +1/n ഉണ്ട്, ഇതിന് തൊട്ട് മുൻപുള്ള an-1ൽ ഇവിടെ എന്തുണ്ടാകും, -1/n ഉണ്ടാകും. സോ അത് തമ്മിൽ ക്യാൻസൽ ചെയ്തു പോകും. ഇങ്ങനെ ക്രോസ് ആയിട്ട് ക്യാൻസൽ ചെയ്തു പോകും. സോ ബാക്കിയുള്ള എന്താണ്, ഇവിടെ ഒരു 1/1 ഉണ്ട്, ദാറ്റ് മീൻസ് 1. ദെൻ ഇവിടെ എന്തുണ്ട്, -1/n + 1 ഉണ്ട്. സോ നമ്മുടെ സമ്മേഷൻ എന്ന് പറയുന്നത് 1 - 1/n + 1 ആണ്. ഓക്കെ, സോ നമുക്കറിയാം എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1/n + 1ൻ്റെ വാല്യൂ എങ്ങോട്ട് പോകും, 0ലേക്ക് അപ്രോച്ച് ചെയ്യും. സോ സിൻസ് 1/n + 1 tends to 0 as n tends to infinity. So limit n tends to infinity Sn. ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഇതിൻ്റെ വാല്യൂ ഈ ടേംസ് അങ്ങ് 0ലേക്ക് പോകും, ബാക്കി ഏതേ ഉണ്ടാവുള്ളൂ, 1 ഉണ്ടാകുള്ളൂ. ദാറ്റ് മീൻസ് Sn എന്ന് പറഞ്ഞാൽ nth പാർഷ്യൽ സമ്മിൻ്റെ സീക്വൻസ് 1ലേക്ക് കൺവേർജ് ചെയ്യുന്നു. സോ നമ്മുടെ ഗിവൺ സീരീസും എന്തായിരിക്കും, കൺവേർജ് ചെയ്യും ഏത് വാല്യൂയിലേക്ക്, 1ലേക്ക്. അപ്പോൾ സീക്വൻസ് Sn കൺവേർജസ് ടു 1. Hence the given series converges and its sum is, ഇതിൻ്റെ സം എന്തായിരിക്കും, സം ഈസ് 1. ഏത് വാല്യൂയിലേക്കാണോ കൺവേർട്ട് ചെയ്യുന്നത് അതായിരിക്കും ഈ സീരീസിൻ്റെ സമ്മ് എന്ന് പറയുന്നത്. സോ ഈ രീതിയിൽ വരുന്ന പ്രോബ്ലത്തിൽ നമ്മൾ ഇങ്ങനെ A1 A2 എഴുതിയിട്ട് അതിനെ ആഡ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യുന്നത്. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോമെട്രിക് സീരീസിനെ കുറിച്ചാണ്. ജോമെട്രിക് സീരീസ് എപ്പോഴാണ് കൺവേർട്ട് ചെയ്യുന്നത്, ഏതൊക്കെ വാല്യൂസിലാണ് ഡൈവേർട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. സോ നമുക്കറിയാം ജോമെട്രിക് സീരീസിൻ്റെ ജനറൽ ഫോം എന്താണ്, the general form of geometric series is A plus AR plus AR² plus etc. plus A into R raised to K-1 plus etc. which is equal to, ഇതിനെ നമുക്ക് സീരീസ് ആയിട്ട് എങ്ങനെ എഴുതാം, സമ്മേഷൻ K is equal to 1 to infinity A into R raised to K-1. ഇവിടെ ആറിനെ നമ്മൾ കോമൺ റേഷ്യോ എന്നും എനെ നമ്മൾ ഫസ്റ്റ് ടേം എന്നും വിളിക്കും. ഓക്കെ, അതായത് ഫസ്റ്റ് ടേമിനെ ഒരു കോമൺ റേഷ്യോ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും, അതിനെ അതേ കോമൺ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം തേർഡ് ടേം കിട്ടും. ഇങ്ങനെ കിട്ടുന്ന സീരീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജോമെട്രിക് സീരീസ് എന്ന് പറയുന്നത്. സോ ഈ ജോമെട്രിക് സീരീസ് എപ്പോഴൊക്കെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, ഡൈവേർട്ട് ചെയ്യുന്നത് നോക്കാം. വെൻ R is equal to 1 ആകുമ്പോൾ ഈ ജോമെട്രിക് സീരീസ് നമുക്ക് എന്തായിട്ടാണ് കിട്ടുക, the series becomes ആറിൻ്റെ വാല്യൂ 1 ആയാൽ R² R raised to K-1 ഇതെല്ലാം 1 ആയിരിക്കും. ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ, A plus എക്സെട്ര പ്ലസ് A plus എക്സെട്ര ഇങ്ങനെയാണ് പോവുക ഈ സീരീസ്. സോ ഇതിൻ്റെ nth പാർഷ്യൽ സം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, n എകളുടെ സമ്മേഷൻ ആൻഡ് ഇറ്റ്സ് nth പാർഷ്യൽ സം ഈസ് Sn is equal to എന്ത് വരും, ഫസ്റ്റ് n എകൾ വരും. സോ n into A. സോ നമുക്കറിയാം എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ Snൻ്റെ വാല്യൂം എങ്ങോട്ട് തന്നെ അപ്രോച്ച് ചെയ്യും, ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യും. കാരണം എന്താ, Sn is equal to n into A ആണ്. സോ നമുക്ക് ഹെൻസ്
ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എൻ, ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഒന്നുകിൽ പ്ലസ് ഇൻഫിനിറ്റി ആയിരിക്കും, അല്ലെ മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും. കാരണം എന്താണ്? എയുടെ വാല്യൂ മൈനസ് ആണെങ്കിൽ എസ് എന്നിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും. എയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ എസ് എന്നിൻ്റെ ലിമിറ്റ് പ്ലസ് ഇൻഫിനിറ്റി ആയിരിക്കും. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി അക്കോർഡിംഗ് ആസ് എ ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. എയുടെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നതിന് അനുസരിച്ചിരിക്കും എസ് എന്നിൻ്റെ ലിമിറ്റ് പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ആവുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത്, അപ്പോൾ ഈ ആർ ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ എസ് എൻ ഡൈവേർജ് ചെയ്യുന്നു. സോ നമ്മുടെ ജോമെട്രിക് സീരീസ് ആർ ഈസ് ഈക്വൽ ടു 1 എന്താണ്? ഡൈവേർജ് ചെയ്യുന്നു. ഇനി ആർ ഈസ് ഈക്വൽ ടു -1 എന്താകുന്നു നോക്കാം. സോ വെൻ r is equal to -1, the series becomes എന്തായിട്ട് മാറും? സീരീസ് എങ്ങനെയുണ്ടാവുക? a പ്ലസ് a ഇൻറ്റു -1 പ്ലസ് a ഇൻറ്റു -1 ഹോൾ സ്ക്വയർ പ്ലസ് a ഇൻറ്റു -1 ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് a ഇൻറ്റു -1 ഓൾ റേസ് ടു k പ്ലസ് എക്സെട്ര. ഈ ഫോമിലാണല്ലോ ആ സീരീസ് ഉണ്ടാകുക. ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദാറ്റ് ഈസ് a മൈനസ് a പ്ലസ് a മൈനസ് a പ്ലസ് a. ഈ ഒരു ഫോമിലാണല്ലോ നമ്മുടെ സീരീസ് ഉണ്ടാവുക. സോ നമ്മുടെ nth പാർഷ്യൽ സമ്മ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹെൻസ് എസ് എൻ ഇസ് ഈക്വൽ ടു, എസ് എന്നിൻ്റെ വാല്യൂ ഇവിടെ എന്നിൻ്റെ വാല്യൂസിനനുസരിച്ചിരിക്കും. n ഓഡാണെങ്കിൽ എന്തായിരിക്കും? ഇഫ് n ഈസ് ഓഡ് ദെൻ ദി എസ് എൻ ഈസ് എ, ആൻഡ് ഇഫ് n ഈസ് ഈവൻ, എൻ്റെ വാല്യൂ ഈവൻ ആണെങ്കിൽ നമ്മുടെ എസ് എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഇവിടെ നമുക്ക് സീക്വൻസ് എസ് എന്നിന് n ഓഡാകുമ്പോൾ ഒരു വാല്യൂവും n ഈവൻ ആകുമ്പോൾ മറ്റൊരു വാല്യൂ ആണ്. സോ ഇതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എസ് എന്നിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഹെൻസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. സോ നമ്മുടെ സീരീസ് എന്തായിരിക്കും? സോ ദ സീരീസ് ഡൈവേർജസ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ സീരീസ് എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും. സോ ഇപ്പം നമ്മൾ ആറിൻ്റെ വാല്യൂ 1 ആകുമ്പോഴും ആറിൻ്റെ വാല്യൂ -1 ആകുമ്പോഴും സീരീസ് ഡൈവേർജ് ചെയ്യുന്നു എന്ന് കിട്ടി. ഇനി ആറിൻ്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ -1 ആകുമ്പോഴുള്ള കേസ് എന്താണെന്ന് നോക്കാം. സോ ലെറ്റ് ആർ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ -1 നമ്മൾ നോക്കി. സോ ആർ നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ -1. ദെൻ നമ്മുടെ പാർഷ്യൽ സം എസ് എന്നിനെ എങ്ങനെ എഴുതാം? എസ് എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ ആർ റേസ് ടു n-2 പ്ലസ് എ ആർ റേസ് ടു n-1 വിച്ച് ഈസ് ഇക്വേഷൻ 1. ഇതായിരിക്കും നമ്മുടെ പാർഷ്യൽ സമായ എസ് എൻ എന്ന് പറയുന്നത്. ദെൻ ഈ ഇക്വേഷൻ 1നെ നമ്മൾ ആർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. അപ്പോൾ ആർ ഇൻറ്റു എസ് എൻ ഇസ് ഈക്വൽ ടു എന്ത് വരും? എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എ ആർ ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് എ ആർ റേസ് ടു n-1 പ്ലസ് എ ആർ റേസ് ടു n വിച്ച് ഈസ് ഇക്വേഷൻ 2. ദെൻ നമ്മൾ ഇക്വേഷൻ 2ൽ നിന്നും ഇക്വേഷൻ 1 സബ്സ്ട്രാക്റ്റ് ചെയ്യാം. ഓർ നമുക്ക് ഇക്വേഷൻ 1ൽ നിന്ന് ഇക്വേഷൻ 2 സബ്സ്ട്രാക്റ്റ് ചെയ്താൽ മതി. സോ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ദാറ്റ് ഇംപ്ലൈസ് എസ് എൻ മൈനസ് എൽ എച്ച് എസ് എന്ത് വരും? എസ് എൻ മൈനസ് ആർ ഇൻറ്റു എസ് എൻ വിച്ച് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഇവിടെ ഫസ്റ്റ് ഇക്വേഷനിൽ എ പ്ലസ് എ ആർ പ്ലസ് ഇങ്ങനെയാണുള്ളത്. സെക്കൻഡ് ഇക്വേഷനിൽ ഏതുണ്ട്? എ ഇല്ല, പക്ഷേ എ ആർ ഉണ്ട്. സോ നമ്മുടെ ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ആണല്ലോ. അപ്പോൾ എ ആർ മൈനസ് എ ആർ ക്യാൻസൽ ചെയ്തു. എ ആർ സ്ക്വയർ മൈനസ് എ ആർ സ്ക്വയർ അതും ക്യാൻസൽ ചെയ്തു. ഇവിടെ എ ആർ ക്യൂബ് ഉണ്ടാവും, മൈനസ് എ ആർ ക്യൂബ് ക്യാൻസൽ ചെയ്തു പോകും. സിമിലർലി ഇവിടെ എ ആർ റേസ് ടു n-1 ഉണ്ട്, ഇവിടെയും എ ആർ റേസ് ടു -1 ഉണ്ട്. അവ തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? ഇവിടെ ഒരു എ ഉണ്ട്,
ദെൻ ഇവിടെ എ ആർ റേസ് ടു എൻ ആണുള്ളത്. ഇത് സെക്കൻഡ് ഇക്വേഷനിലാണ്. സോ മൈനസ് എ ആർ റേസ് ടു എൻ എന്ന് വരും. സോ ഇവിടെ എൽ എച്ച് എസിൽ എസ് എൻ കോമൺ ആണ്. സോ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് എസ് എൻ ഇൻറ്റു 1 മൈനസ് ആർ ഇസ് ഈക്വൽ ടു, ഇവിടെ എ കോമൺ ആണ്. സോ എ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു എൻ എന്ന് എഴുതാം. ദർഫോർ എസ് എൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? എസ് എൻ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. സിൻസ് ആർ നോട്ട് ഈക്വൽ ടു 1, ആറിൻ്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ മാത്രമേ നമുക്ക് എസ് എന്നിനെ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. സോ നമ്മളിവിടെ ആറിൻ്റെ വാല്യൂ എടുത്തിരിക്കുന്ന ആർ ഈസ് നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. ദാറ്റ് മീൻസ് ആറിൻ്റെ മോഡുലസ് വാല്യൂ ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ 1 ആകാം, അല്ലെങ്കിൽ ലെസ് ദാൻ 1 ആകാം. സപ്പോസ് ഇഫ് മോഡ് ആർ ഈസ് ലെസ് ദാൻ 1, ദെൻ മോഡ് ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്കറിയാം ആർ റേസ് ടു എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ആർ റേസ് ടു എന്നിൻ്റെ വാല്യൂ എങ്ങോട്ട് പോകും? മോഡ് ആർ ലെസ് ദാൻ 1 ആകുമ്പോൾ യെസ്, ആർ റേസ് ടു എൻ ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എൻ, മോഡ് ആർ ലെസ് ദാൻ 1 ആകുമ്പോൾ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഇവിടെ ആർ റേസ് ടു എന്നിൻ്റെ വാല്യൂ 0ലേക്ക് പോകും. ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? എ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. ദാറ്റ് മീൻസ് എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. ഓക്കെ. സോ മോഡ് ആർ ലെസ് ദാൻ 1 ആകുമ്പോൾ നമ്മുടെ സീക്വൻസിന് ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടുന്നു, എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ എന്ന ഒരു വാല്യൂ. ദെൻ ഇനി നമ്മൾ നെക്സ്റ്റ്, സോ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഈ എസ് എന്ന് പറഞ്ഞത് എ ബൈ 1 മൈനസ് ആറിലേക്ക് കൺവേർജ് ചെയ്യുന്നു. സോ നമ്മുടെ ജോമെട്രിക് സീരീസ് എങ്ങോട്ട് കൺവേർജ് ചെയ്യും? ഈ സെയിം വാല്യൂയിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് പറയാം? ഹെൻസ് ഇഫ് മോഡ് ആർ ലെസ് ദാൻ 1, ദെൻ ദ ജോമെട്രിക് സീരീസ് കൺവേർജസ്. The geometric series converges and സീരീസിൻ്റെ സമ്മേഷൻ എന്താ കിട്ടുക? സമ്മേഷൻ n is equal to 1 to infinity a into r raised to n minus 1 is equal to a by 1 minus r. ഈ ജോമെട്രിക് സീരീസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് a by 1 minus r ആയിരിക്കും. ഇഫ് ആർ ലെസ് ദാൻ 1 ആകുന്ന കേസ് പറഞ്ഞു, അവിടെ ജോമെട്രിക് സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ട്. ഇനി ഇഫ് മോഡ് ആർ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ എന്താവുന്നു നോക്കാം. ഇഫ് മോഡ് ആർ ഗ്രേറ്റർ ദാൻ 1, ദെൻ ആർ റേസ് ടു എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ മോഡ് ആർ റേസ് ടു എൻ എങ്ങോട്ട് അപ്രോച്ച് ചെയ്യും? ഇൻഫിനിറ്റിയിലേക്ക് പോകും, ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ഹെൻസ് നമ്മുടെ ജോമെട്രിക് സീരീസ്, അതായത് എസ് എൻ എന്ന് ഒരു വാല്യൂ കിട്ടില്ല. കാരണം എസ് എൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എസ് എൻ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു എൻ ബൈ 1 മൈനസ് ആർ ആണ്. ഇതിൽ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി പോകുമ്പോൾ ആർ റേസ് ടു എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. സോ നമ്മുടെ ഈ എസ് എന്നിൻ്റെ വാല്യൂ എങ്ങോട്ട് പോകും? ഇൻഫിനിറ്റിയിലേക്ക് പോകും. ദാറ്റ് മീൻസ് എസ് എൻ ഡൈവേർജ് ചെയ്യും. സോ നമ്മുടെ ജോമെട്രിക് സീരീസും എന്താകും? ഡൈവേർജ് ചെയ്യും. ഹെൻസ് the geometric series diverges. geometric series എന്താകും? ഡൈവേർജ് ചെയ്യും. സോ ജോമെട്രിക് സീരീസ് കൺവേർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കേസിൽ മാത്രമേ ജോമെട്രിക് സീരീസ് കൺവേർജ് ചെയ്യുന്നുള്ളൂ. അതെന്താണ്? ഇഫ് മോഡ് ആർ ലെസ് ദാൻ 1 ആകുമ്പോൾ മാത്രമേ ജോമെട്രിക് സീരീസ് കൺവേർജ് ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് ഒരു ജോമെട്രിക് സീരീസ് തന്നു കഴിഞ്ഞാൽ അത് കൺവേർജ് ആണോ ഡൈവേർജ് ആണോ എന്നുള്ളത് നമുക്ക് ഈ ഒരു ടെസ്റ്റ് പ്രകാരം പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. ഓക്കെ. സോ അതിനൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ, ദ സീരീസ് 1/9 പ്ലസ് 1/27 പ്ലസ് 1/81 പ്ലസ് എക്സെട്ര, ഇങ്ങനെയൊരു സീരീസ് ഉണ്ട്. സോ ഇവിടെ നോക്കൂ, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1/9 അല്ലേ? ഫസ്റ്റ് ടേം ഈസ് 1/9. ദെൻ ഇതിനെ ഏതോ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തപ്പോഴാണ് നമുക്ക് 1/27 കിട്ടിയത്. അതേതാണ്?
യെസ് 1/3 കൊണ്ട്. സോ ഈ 1/27 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 1/81 കിട്ടി. സോ ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം, വിച്ച് ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് എ എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് ടേം എന്താണ്, എ ഇസ് ഈക്വൽ ടു 1/9 ആൻഡ് ആർ ഇസ് ഈക്വൽ ടു 1/3. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ സമ്മ് എങ്ങനെ എഴുതാം, 1/9 പ്ലസ് 1/27 പ്ലസ് 1/81 പ്ലസ് എക്സെട്ര. ഇതിനെ ജോമെട്രിക് സീരീസ് ആയിട്ട് എഴുതുമ്പോൾ സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഐ ഓർ എൻ എടുക്കുക, എൻ ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ അല്ലേ, എ എന്ന് പറയുന്നത് 1/9 ഇൻറ്റു ആർ റേസ് ടു n - 1 എന്നുള്ള ഫോമിലല്ലേ ഇത്. ആർ എന്ന് പറയുന്നത് എന്താ, 1/3 ഓൾ റേസ് ടു n - 1. സോ ഇതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ മോഡ് ആർ എന്ന് പറയുന്നത് 1/3 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 1 ആണ്. സോ ദ ഗിവൺ സീരീസ് ഈസ് കൺവേർജൻറ്റ്. ആൻഡ് ഏത് വാല്യൂയിലേക്ക് കൺവേർജ് ചെയ്യുക, a/1 - r എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക്. സോ ഇവിടെ എന്ത് കിട്ടും, എ എന്ന് പറയുന്നത് ഇവിടെ 1/9 ആണ്. സോ 1/9 ഡിവൈഡഡ് ബൈ 1 - 1/3 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, 1 - 1/3 എന്ന് പറയുമ്പോൾ 3 - 2/3 വിച്ച് ഈസ് 2/3. ആ ഡിനോമിനേറ്ററിലേക്ക് പോകുമ്പോൾ 3/2 ആകും. സോ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/6 കിട്ടും. സോ ഈ ഒരു ജോമെട്രിക് സീരീസ് കൺവേർജ് ചെയ്യുന്നത് 1/6ലേക്കാണ്. സോ നമുക്ക് ഇങ്ങനെ ഒരു ജോമെട്രിക് സീരീസ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കൺവേർജ് ചെയ്യോ ഡൈവേർജ് ചെയ്യോ എന്ന് പറയാം. ഏതിൻ്റെ വാല്യൂ വെച്ചിട്ട്, ആറിൻ്റെ വാല്യൂ വെച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ദ റിപ്പീറ്റിംഗ് ഡെസിമൽ 5.232323 എക്സെട്ര ആസ് ദി റേഷ്യോ ഓഫ് 2 ഇൻഡിജേഴ്സ്. ദാറ്റ് മീൻസ് ഈ റിപ്പീറ്റിംഗ് ഡെസിമൽ വാല്യൂവിനെ നമ്മൾ 2 ഇൻഡിജേഴ്സിൻ്റെ റേഷ്യോ ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഡെസിമലിനെ നമുക്ക് എങ്ങനെ എഴുതാം, 5.232323 എക്സെട്ര ഇങ്ങനെയാണ് പോകുന്നത്. സോ ഇത് എന്ന് പറയുന്നത് എന്താണ്, 5 പ്ലസ് ഈ വാല്യൂ ആണല്ലോ. ഈ വാല്യൂവിനെ നമുക്ക് റാഷണൽ നമ്പേഴ്സിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, ഈ ഒരു 0.23നെ നമുക്ക് എങ്ങനെ എഴുതാം, 23 ഡിവൈഡഡ് ബൈ 100 അല്ലേ. നെക്സ്റ്റ് വരുന്ന എന്താ, അതിനോട് ഏത് ആഡ് ചെയ്യണം, 0.0023 ആണ് ആഡ് ചെയ്യുന്നത്. അതിന് നമുക്ക് ഈ രീതിയിൽ എങ്ങനെ എഴുതാം, 23 ഡിവൈഡഡ് ബൈ 1000 അല്ല 10,000 വരും. ഇവിടെ 4 എന്നിരുന്നാൽ മാത്രമല്ല 0.0023 എന്ന് വരും. സിമിലർലി നെക്സ്റ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം, 23 ഡിവൈഡഡ് ബൈ 16 zeros പ്ലസ് എക്സെട്ര. അപ്പോൾ ഈ 5.232323 എന്ന് പറയുന്നതിനെ നമുക്ക് ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 5 പ്ലസ് ബാക്കിയുള്ള എല്ലാ ടേംസും നോക്കൂ, അതിൽ 23/100 എന്ന് പറയുന്ന കോമൺ ആയിട്ട് വരുന്നുണ്ട്, അതായത് കോമൺ റേഷ്യോ ആയിട്ട് വരുന്നുണ്ട്, എല്ലാ ടേംസിലും വരുന്നുണ്ട് 23/100 എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ 23/100നെ എല്ലാ ടേംസിലും വരുന്നത് കൊണ്ട് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ 23 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു, അപ്പോൾ ഫസ്റ്റ് ടൈം ഇവിടെ എന്താ വരിക, 1 പ്ലസ് ഇവിടുന്ന് നമ്മൾ 23/100നെ പുറത്തെടുത്തു. സോ ബാക്കി എന്താ ഉണ്ടാവുള്ളൂ, 1/100 പ്ലസ് ഇവിടുന്നോ, ഇവിടെ 1/100² ഉണ്ടാകും പ്ലസ് എക്സെട്ര. ഇനി ബ്രാക്കറ്റിലുള്ളത് നോക്കൂ, ഇതൊരു ജോമെട്രിക് സീരീസ് ആണ് വിത്ത് ഫസ്റ്റ് ടേം 1 ആൻഡ് കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 1/100. ഓക്കെ, സോ ഈ കോമൺ റേഷ്യോ എന്താണ്, ലെസ് ദാൻ 1 ആണല്ലോ. സോ ഈ സീരീസ് എന്ത് ചെയ്യും, കൺവേർജ് ചെയ്യും. എങ്ങോട്ട്, a/1 - r എന്ന വാല്യൂയിലേക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്താം, ഇതെന്താണ്, വിച്ച് ഈസ് എ ജോമെട്രിക് സീരീസ്. ഇതൊരു ജോമെട്രിക് സീരീസ് ആണ് വിത്ത് r is equal to 1/100 which is less than 1. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 5 പ്ലസ് 23/100 ഇൻറ്റു ഈ ഒരു ജോമെട്രിക് സീരീസിൻ്റെ സമ്മേഷൻ എന്ന് പറയുന്നത് എന്താ വരിക, 1/1 - r വിച്ച് ഈസ് 1/100. സോ ഇത് 1/1 - 1/100 എന്നാണ്.
അപ്പോൾ 1 മൈനസ് 1/100 എന്ന് പറഞ്ഞാൽ എന്താ? 100 മൈനസ് 1 ഡിവൈഡ് ബൈ 100, ദാറ്റ് മീൻസ് 99/100. അതിനെ 1/99/100 എന്ന് പറയുമ്പോൾ എന്താ വരിക? 100 ഡിവൈഡഡ് ബൈ 9. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് 5 പ്ലസ് 23/100 ഇൻറ്റു 100/99. 100ഉം 100ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി എന്താ ഉണ്ടാവുക? 5 പ്ലസ് 23/99. ഇത് തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് വരും? 5 ഇൻറ്റു 99 പ്ലസ് 23 വിച്ച് ഈസ് 518 ഡിവൈഡഡ് ബൈ 99. സോ ഈ ഒരു റിപ്പീറ്റിംഗ് ഡെസിമലിനെ നമ്മൾ 2 ഇൻറ്റിജേഴ്സിൻ്റെ റേഷ്യോ ആയിട്ട് എഴുതി, വിച്ച് ഈസ് ദി റിക്വയർഡ് ആൻസർ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഇൻഫൈനൈറ്റ് സീരീസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ദാറ്റ് മീൻസ് ഇൻഫൈനൈറ്റ് സീരീസ് എന്താണെന്നും എപ്പോഴാണ് ഒരു ഇൻഫൈനൈറ്റ് സീരീസ് കൺവേർജ് ചെയ്യുക, ഡൈവേർജ് ചെയ്യുക എന്നും അത് എക്സാമ്പിൾസും കൂടാതെ ജോമെട്രിക് സീരീസുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.